ഹായ് ഹലോ എല്ലാവർക്കും ദിലോസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നിനല്ല, കുറേ ദിവസമായി ഇങ്ങനെ പറമ്പിൽ ചുണ്ടങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പറമ്പല്ല, വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പിൽ കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ചുണ്ടങ്ങ വടുക് ഉണ്ടാക്കാൻ ഇങ്ങനെ കൊതി വരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ചുണ്ടങ്ങ വടുക്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ കാലം ഞാൻ അത് കഴിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കത് ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ. എന്നും ഉണ്ടാക്കാമെന്ന് കരുതും കേട്ടോ. പക്ഷെ ഒന്നാമത് ഇങ്ങനെ മടി തോന്നുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഉണ്ടാക്കാൻ കാര്യമായിട്ട് അറിയില്ല. അങ്ങനെ ഞാൻ ചോദിച്ച് പഠിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പരീക്ഷണം എന്താവുമെന്ന് അറിയില്ല. നന്നാവുകയാണെങ്കിൽ നമുക്ക് ഇനിയും ഉണ്ടാക്കാമല്ലോ. നിറച്ചുണ്ടായിരുന്നു ഇതിലൂടെ. പക്ഷേ ഇതുപോലെ തന്നെ കുറച്ച് ചേച്ചിമാർ കുറച്ച് ദിവസം മുൻപ് വടുക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ കുറച്ച് മതിയല്ലോ, പരീക്ഷണമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് മതി. അപ്പോൾ ഞാൻ എന്തായാലും ആവശ്യത്തിനുള്ളതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുഞ്ഞിലൊക്കെ അമ്മ ഇങ്ങനെ പറിച്ച് ഉണ്ടാക്കി ഉണക്കി കഴിക്കാൻ തരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ പിന്നെ നമുക്ക് ആരുമില്ല അങ്ങനെയൊന്നും ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്കങ്ങോട്ട് ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ളതൊക്കെ പറിച്ചെടുത്തു. ഞാനിങ്ങനെ ചുണ്ടൊക്കെ പറിക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആടെന്നെ ഇങ്ങനെ നോക്കാനിട്ട് ഇവൾ എന്താണ് ഈ കാണിക്കുന്നത് നോക്കാൻ തോന്നുന്നു. അവൾ എന്നെ നോക്കി നിൽക്കുക. അപ്പോൾ ഞാനും തിരിച്ചങ്ങോട്ട് നോക്കി. അപ്പോൾ അവൾ തിരിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാന്താരി പറിക്കാൻ പോയിട്ട് നമ്മുടെ അച്ഛൻ്റെ പറമ്പിലാണേ. അപ്പോൾ അതെല്ലാം പറിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ ചുണ്ടക്കായൻ്റെ ഇലയും ആ ഒരു തണ്ടൊക്കെ വേർതിരിക്കണമല്ലോ, അങ്ങനെ എല്ലാം വേർതിരിച്ചു. പിന്നെ നന്നായിട്ട് കഴുകിയെടുത്തു. ഈ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നല്ല വെയിലാണല്ലോ, പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും കഴുകിയൊക്കെ എടുത്ത് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. വെന്ത് വരാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും ജീരകവും കറിവേപ്പിലയും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട്. അപ്പോൾ ഈ കൂട്ടൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചുണ്ടങ്ങ ഇതേ വെന്ത് വന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞ് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുത്തു. പിന്നെ നമുക്ക് അരി വറുത്ത് പൊടിച്ചത് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള അരി വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്കിനി അടുത്തുള്ള പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുണ്ടങ്ങ അരച്ചെടുക്കണം. അരി വറുത്തില്ല, അത് പൊടിച്ചെടുക്കണം. പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കില്ല, അതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി കണ്ടില്ലേ, ഞാൻ വറുത്തിരുന്നില്ലേ, അതൊക്കെ പൊടിച്ച് വെച്ചു. എന്നിട്ടില്ലേ ചുണ്ടങ്ങ വേവിച്ചതും ചതച്ച് വെച്ചത് കൂട്ടും അരിപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കേട്ടോ. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് ഞാൻ വെയിലത്ത് ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇതാ ഉണങ്ങി ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്ത് ചോറിൻ്റെ ഒപ്പം കഴിക്കാം. ഇത് കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്തായാലും ഞാൻ പോയി കഴിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ.